ഒരുപാട് സെലിബ്രിറ്റീസ് വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു റിക്വയർമെന്റ് ആണ് ദുബായിൽ നല്ലൊരു വില്ല. വലിയ വിലയില്ലാതെ, എന്നാ വലിയ വില എന്ന് വെച്ചാൽ നമുക്കറിയാം ദുബായിൽ നാട്ടിലൊരു നല്ല വില്ലയൊക്കെ പണിയണമെങ്കിൽ 8 തൊട്ട് 10 12 കോടി രൂപയൊക്കെ ആവും ഒരു നോർമൽ ലൊക്കേഷനിൽ. പ്രൈം ലൊക്കേഷൻ ആകുമ്പോൾ 20-25 കോടി രൂപയൊക്കെ ആവും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നാൽ ദുബായിൽ നമുക്ക് അതുപോലെയൊക്കെ വില കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വാങ്ങുന്നതിന് ഇപ്പം മുംബൈ അല്ലെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ കാട്ടും വിലക്കുറവിൽ ദുബായിൽ ഇതുപോലുള്ള വില്ലാസ് നമുക്ക് വാങ്ങാം. അപ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ വില കുറവാണ്. കാരണം ദുബായ് ഒരു ഗ്രോയിങ് പീരീഡിലാണ്. ഇപ്പോൾ ദുബായ് ലാസ്റ്റ് 20 years ആയിട്ട് ആ ഗ്രോയിങ് സ്റ്റേജിലാണ്. എൻ്റയർ ഗ്ലോബൽ എന്താ പറയുക, നമ്മുടെ എൻ്റയർ വേൾഡിലെ ആൾക്കാരെല്ലാം ദുബായിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. അപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു വില്ല, എക്സ്ക്ലൂസീവ് വില്ലയൊക്കെ വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ അത് ലൈഫ് ടൈം നമ്മളൊരു റോളക്സ് ഒക്കെ വാങ്ങിച്ച് കൈ കിട്ടുന്നൊരു ഫീലായിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏകദേശം 6800 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയ ഉള്ള ഒരു വില്ലയാണ്. സ്റ്റാൻഡ് ലോൺ വില്ലയാണ്. പ്ലോട്ട് ഏരിയ ഏകദേശം 6500 മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ബാക്കിലൊരു ചെറിയൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട്. അതൊരു നാച്ചുറൽ ലേക്കിന്റെ ഫീൽ തന്നെ തരുന്നൊരു ലേക്കാണ്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ലൊക്കേഷൻ ജുമേറ പാർക്കാണ്. ജുമേറ പാർക്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ഹാർട്ട് ഓഫ് ദുബായ് ആണ്. അതായത് ദുബായ് ഹിൽസിലേക്ക് മറീന, ഷെയ്ഖ് സായദ് റോഡ്, അൽഖീൽ റോഡ്, ദുബായ് മോള്, പാം ജുമേറയ്ക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ഉള്ള ട്രാഫിക് ഒന്നും ഇല്ലാത്ത കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ജുമേറ പാർക്ക് എന്ന് പറയുന്നത്. ആ ലൊക്കേഷനാണ് ഈ കാണുന്നില്ല. ഇതൊരു എക്സ്ക്ലൂസീവ് ഇൻവെന്ററി ആണ്. നമ്മുടെ സെല്ലർ ചോദിക്കുന്ന വില 21 million ആണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇതിലൊരു കാര്യങ്ങളുള്ള വെച്ചാൽ 21 million എന്ന് പറയുന്നത് നാട്ടിലേശം 42-43 കോടി രൂപ വരും. പക്ഷെ അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂ ചില വാച്ചുകൾക്കും ചില കാറുകളുടെയൊക്കെ വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുപോലൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ലൈഫ് ടൈം അസറ്റാണ്. എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന, അതായത് ബിസിനസ് ലെവലിൽ ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പൈസ അത്യാവശ്യം ഉണ്ട്, അതൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം ദുബായിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഒരു റെഡി ടു മൂവിനായിട്ടുള്ള വില്ല നമുക്ക് സെക്കൻഡറി വാങ്ങാതെ ബ്രാൻഡ് ന്യൂ, ഇപ്പോൾ ഇത് പണി കഴിയും, ഈ വീക്കിൽ പണി കഴിയും. ഇപ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 1 വീക്കിനകത്ത് ഇതിനകത്തുള്ള കംപ്ലീറ്റ് കഴിയും. 5 bedroom വില്ലയാണ്. പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് വില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ലൊക്കേഷൻ്റെ ആണെങ്കിലും അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റും. $21 million എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി $5 million ആണ് വരുന്നത്. ഈ $5 million ഒരു 20-30% ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഈ വില സ്വന്തമാക്കാം. ബാക്കിയുള്ള 60 അല്ലെങ്കിൽ 70% നമുക്ക് ഈസി ആയിട്ട് മോർഗേജ് ചെയ്യാൻ പറ്റും. മോർഗേജ് ചെയ്യാൻ നിങ്ങൾ ഏത് രാജ്യത്താണ് ഇരിക്കുന്നത് ആ രാജ്യത്തെ ഫൈനാൻഷ്യൽ ഡോക്യുമെന്റ്സ് മാത്രം മതി. എലിജിബിൾ ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ വില സ്വന്തമാക്കാം. $5 million നമുക്ക് ഇത്രയും വലിയൊരു മാൻഷൻ, ഇത്രയും വലിയൊരു വില്ല, 6 bedroom വില്ല, അതും ഈ കാണുന്നൊരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എമിറേറ്റ്സ് ഹിൽസിനും അതുപോലെ ജുമേറ പാർക്ക് എന്ന് പറയുന്നത് എമിറേറ്റ്സ് ഹിൽസിനോട് വളരെ ചേർന്ന്. എമിറേറ്റ്സ് ഹിൽസിലൊക്കെ ഒരു വില്ല പ്രൈസ് 150 million ഒക്കെയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. പണ്ട് എമിറേറ്റ്സ് ഹിൽസിൽ ഒരു വില്ല പ്രൈസ് 3 million 4 million ആയിരുന്നു 20 years ബാക്ക്. അപ്പോൾ ആ വില്ല പ്രൈസ് 150-160 million ഒക്കെയാണ്. ദുബായിൽ ഏറ്റവും അറിയപ്പെടുന്ന ബില്യണേഴ്സ് ആയിട്ടുള്ള റിസ്വാൻ സാജൻ അല്ലെങ്കിൽ നമ്മുടെ മലയാളി ഫീച്ചറൊക്കെ താമസിക്കുന്ന അവിടെയാണ്. അവിടെ $120 million ദിർഹംസ്, അതായത് ഡോളേഴ്സിൽ പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു $50,000 ഒക്കെ നമുക്ക് പ്രൈസ് ഉള്ള ലൊക്കേഷനാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആക്കാണ് ലൊക്കേഷൻ. അത്രയും പ്രൈം ആയിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ ജുമേറ പാർക്കിൽ $5 million
million കൊടുത്ത്, അതായത് 21 million dirhams കൊടുത്തിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങാന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതൊരു നമുക്കൊരു പോർട്ട്ഫോളിയോ, നമ്മുടെ ലൈഫിൽ നമുക്കൊരു പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യണം, റിയൽ എസ്റ്റേറ്റ് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന പൈസയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു അസറ്റ് ആയിരിക്കും. താമസിക്കാനാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണെങ്കിലും. ഇപ്പോൾ താമസിക്കാനാണെങ്കിൽ എസ്പെഷ്യലി ഇത്രയും നല്ലൊരു കമ്മ്യൂണിറ്റിക്കകത്ത്, ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫീല് വേറെ തന്നെ ആയിരിക്കും. പിന്നെ കണക്ടിവിറ്റി ആണെങ്കിൽ ഇവിടുന്ന് എല്ലാ ലൊക്കേഷനിലേക്കും 5 to 10 minutes ഡിസ്റ്റൻസേ ഉള്ളൂ. ദുബായ് മോളിലേക്ക് 10 minutes, മറീന 10 minutes, പാം ജുമേറ 10 minutes, അതുപോലെ മേജറായിട്ട് എല്ലാ ലൊക്കേഷനും 10 minutes ഉള്ളൂ. പിന്നെ കാം ആൻഡ് ക്വയറ്റ് ലൊക്കേഷനാണ്, ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നിന്ന് നമുക്ക് കിളികളുടെ ഒച്ച കേൾക്കാം. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അപ്പോൾ $5 million, അതായത് $1.5 million ഡൗൺ പേയ്മെൻറ്റും $5 million ആണ് പ്രോപ്പർട്ടി വാല്യൂ. $3.5 million നമുക്ക് ലോൺ കിട്ടും. ഡറംസിലെ ഞാൻ കൺവേർട്ട് ചെയ്യാത്തത് പുറത്തുള്ള ക്ലയൻസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ പറയാം, $1.5 million ഡൗൺ പേയ്മെൻറ്റും ഒരു $3.5 million നിങ്ങൾക്ക് ബാങ്ക് മോർഗേജും പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിലിരിക്കും. ഒരു 20 years കഴിയുമ്പോൾ ഈ പറയുന്ന $5 million ഈ പ്രോപ്പർട്ടി എന്തായാലും ഒരു 15 to 20 million പ്രൈസ് വരും. ദുബായ് ഒരു ഗ്രോയിങ് മാർക്കറ്റാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഈ ഗ്രോയിങ് മാർക്കറ്റിൻ്റെ ഭാഗമാകാൻ പറ്റിക്കഴിഞ്ഞാൽ എന്നും അതൊരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ദുബായിലെ ലാൻഡ് ഒരിക്കലും വലുതാകില്ല, ഇത് എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ലാൻഡാണ്. ആ ലാൻഡിൻ്റെ ഭാഗമാകാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇതുപോലൊരു കമ്മ്യൂണിറ്റി, ഇതുപോലൊരു വില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൊക്കേഷനിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്നും ഒരു അസറ്റായിട്ടിരിക്കും. അപ്പോൾ താല്പര്യം കോൺടാക്ട് ചെയ്യുക. ഈ വില്ലയെക്കുറിച്ചിട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള വില്ലകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല പ്രോപ്പർട്ടികൾക്ക് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാങ്ങിയില്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ബാക്കിയുള്ളത് പിന്നാലെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു നെക്സ്റ്റ് ടൈം.